ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു പിസ്സ ഇട്ടിട്ടുണ്ട്. അതിൽ മാവൊക്കെ കുഴച്ചിട്ടാണ് ബേസൊക്കെ ചെയ്തത്. ഇതിലങ്ങനെയല്ല, ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സയാണ്. നമ്മൾ റസ്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ മറ്റേ പിസ്സൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഐ-കാർഡിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്ന് പോയിട്ട് അത് കാണുക. അപ്പോൾ നമുക്ക് ഈ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിസ്സ റസ്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്താണ്. ഇനി അതിലേക്ക് റസ്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ബേസായിട്ട് ഇപ്പം പിസ്സ റസ്ക് യൂസ് ചെയ്യണോണ്ട് സെപ്പറേറ്റ് പിസ്സ സോസ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നോർമൽ റസ്ക് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോർമൽ റസ്ക് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതിന് മേലെ കുറച്ച് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി റസ്കിന് മേലായിട്ട് കുറച്ച് നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ റസ്ക് ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല കട്ടിയുള്ള ബേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റസ്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെയും റസ്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് ബേസ് കട്ടിയാക്കാൻ വേണ്ടിയിട്ട്. ഈ റസ്ക് ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് നല്ല ഡോ പോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് റൗണ്ടിൽ പരത്തി കൊടുക്കുക. സൈഡ് കുറച്ച് തിക്കായിട്ടും ഉൾഭാഗം തിന്നായിട്ടുമാണ് പരത്തിയെടുക്കേണ്ടത്. ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിക്കുക. എന്നിട്ട് ഈ പാൻ നേരിട്ട് തന്നെ സ്റ്റൗവിന് മേലെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ റസ്ക് ആയതുകൊണ്ട് അധിക സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഒരു സൈഡ് ഏകദേശം ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് ഇത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റിൻ്റെ അടുത്ത് വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് റെഡിയായി. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് ഉപ്പും കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കുരുമുളകും ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി മുട്ട വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. പിന്നെ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ടാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അങ്ങനെ മുട്ട വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുകയാണ്. ഇതിന് പകരം പിസ്സ സോസും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. മോസറല്ല ചീസ്, പിസ്സ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവൈലബിൾ ആണ്. ചീസ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര ചീസ് ഇടണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മുടെ ബാക്കിയുള്ള ടോപ്പിങ്സ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചതാണ്, അതുപോലെ തക്കാളി ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട്, പിന്നെ കുറച്ച് ഉള്ളിയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ചീസും കൂടെ ഇതിന് മേലെ ഇട്ട് കൊടുക്കുകയാണ്. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കും തക്കാളിയും അതുപോലെ ഉള്ളിയും ഒന്നിങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്സ സീസണിങ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെക്കുക. എന്നിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റായി വരണം. പിന്നെ പിസ്സ സീസണിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒറിഗാനോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതിട്ടാലും മതി. ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ആ ചീസിൻ്റെ മേലെ കുറച്ച് ജെയ്ത്തൂൻ്റെ പീസസ്, നമ്മൾ ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നമ്മുടെ പിസ്സക്ക് നല്ല ടേസ്റ്റ് കൂട്ടും. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഏകദേശം 1 മിനിറ്റോളം ഒന്നിങ്ങനെ വെക്കുക. പിന്നെ നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം.
അങ്ങനെ ദാ നമ്മുടെ പാനിലുണ്ടാക്കിയ വെജിറ്റബിൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് റസ്ക് ആണെങ്കിലും അത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ആ പിസ്സ റസ്ക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പിസ്സൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ തന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ഐഡിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്